സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നടക്കുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ടൈമിൽ നമ്മൾ ഭരണത്തിൽ ഏറിയ ഒരു പഞ്ചായത്താണ്. പക്ഷെ ഇന്ത്യയിലെ മറ്റേ സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യ സഖ്യമൊക്കെ വരുന്നത് ഈ അടുത്ത കാലത്താണ്. കോൺഗ്രസിന്റെയും CPM ജനതാദളും മറ്റെല്ലാ പാർട്ടികളും ഒരുമിച്ച് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നരേന്ദ്രമോദിയെ അധികാരത്തിലിറക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടാണ് അങ്ങനെ ഒരു മുന്നണി അവർ പരീക്ഷിച്ചത് ഓൾ ഇന്ത്യ ലെവലിൽ. അപ്പൊ 2023-24 കാലത്തോടു കൂടിയിട്ടാണ് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സഖ്യത്തെ കുറിച്ച് വിശാലമായിട്ടുള്ള ഐക്യം, കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ജനതാദളെന്നോ മറ്റു പാർട്ടികളെന്നോ ഒരു വ്യത്യാസവുമില്ലാത്ത ഒരു വിശാല ഐക്യത്തെ കുറിച്ചിട്ട് അവര് സ്വപ്നം കണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ച് സംവിധാനം ഉണ്ടാക്കിയത് ഈ 23-24 കാലത്താണ്. പക്ഷെ അത് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യം ഉണ്ടാക്കുന്നതിന് മുമ്പ് അത് പരീക്ഷിച്ച് വിജയിച്ച സ്ഥലമാണ് നമ്മുടെ തിരുവല്ലാമല എന്നുള്ളത്. ഇന്ത്യ സഖ്യം ദേശീയ തലത്തിൽ വരുന്നതിന് മുൻപ് തന്നെ പരീക്ഷിച്ച് വിജയിച്ച സ്ഥലമാണ് തിരുവില്ലാമല എന്ന BJP തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി അനീഷ് പറഞ്ഞു. തിരുവില്ലാമലയിലെ NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന 50 വർഷക്കാലം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം BJP ആയിരിക്കുമെന്നും അനീഷ് കൂട്ടിച്ചേർത്തു. ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ 17 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നടന്നത്. 3 ബ്ലോക്ക് ഡിവിഷനുകളിലേക്കും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും ബാക്കിയുള്ള 2 വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം 2ാം ഘട്ടത്തിലുണ്ടാകും. തിരുവില്ലാമലയിലെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജയപ്രകാശ് കുമാർ അധ്യക്ഷത വഹിച്ചു. BJP തൃശൂർ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ PK മണി, K ബാലകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അജിത് കുമാർ ചീരാത്ത്, ബേബി രജിത, BJP ചേലക്കര മണ്ഡലം പ്രസിഡന്റ് TC പ്രകാശൻ, ജനറൽ സെക്രട്ടറിമാരായ KP ഉമേഷ്, അരുൺ എളനാട്, കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് PK ചന്ദ്രൻ, പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷീല പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു.